അടുത്ത തിയറിയാണ് ലാല തിയറി. പറയുന്നു, ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം സൗണ്ട്സ് അസോസിയേറ്റഡ് വിത്ത് ലവ്, പ്ലേ, പോയറ്റിക് ഫീലിംഗ്, സോങ്. ഭാഷ ഉത്ഭവിക്കപ്പെട്ടിട്ടുള്ളത് ചില പ്രത്യേക ശബ്ദങ്ങളിൽ നിന്നാണ്. സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതുപോലെ നിരവധി കാവ്യാത്മകമായിട്ടുള്ള ചിന്തകളിൽ നിന്നും, പാട്ടുകളിൽ നിന്നും, വ്യത്യസ്ത ഇനം കളികളിൽ നിന്നുമൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ശബ്ദങ്ങളിൽ നിന്നാണ് ഭാഷ ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പാടത്തൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള, നമ്മുടെ പൂർവികന്മാർക്ക് വ്യത്യസ്തമായിട്ടുള്ള സന്തോഷവും അതുപോലെ നല്ല ആനന്ദമൊക്കെ ഉണ്ടായിട്ട് അവരങ്ങനെ പാട്ടുകൾ പാടാൻ ആരംഭിച്ചു. കൊയ്ത്തുപാട്ടുകളായി മാറി. അങ്ങനെ അത്തരം കൊയ്ത്തുപാട്ടുകളൊക്കെ തീർച്ചയായിട്ടും ഭാഷയുടെ ഉറവിടങ്ങളായി മാറി. ഇപ്പോൾ സോങ്ങുകളിൽ നിന്ന് ഭാഷ ഉണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വ്യത്യസ്ത ഇനം കളികൾ, വിനോദങ്ങൾ, അതായത് നമ്മുടെ ജലാശയങ്ങളും മറ്റും വഞ്ചികൾ തുഴയുന്ന സമയത്ത് ആ ജലപ്രവാഹവും അതിലൂടെ പോകുന്ന ആ ആനന്ദവും അങ്ങനെയെല്ലാം കൂടിക്കുഴഞ്ഞ് അങ്ങനെയെല്ലാം സ്വാധീനിച്ച് അവിടെ ചില പ്രത്യേക പാട്ടുകളൊക്കെ ഉണ്ടായി. നമ്മുടെ ജലോത്സവങ്ങളിൽ നമ്മുടെ വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം പാട്ടുകളൊക്കെ, അതിൻ്റെ വരികളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വളരെ പഴയ അടിസ്ഥാന വാക്കുകളാണ് അതിലുള്ളത്. അപ്പോൾ അത്തരം ശബ്ദങ്ങൾ ഒക്കെ വാക്കുകളും, ആ വാക്കുകളൊക്കെ ഭാഷയുടെ ഭാഗങ്ങളായി മാറി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ്. ഓക്കെ. But it is difficult to see how any set of lyrics could have been created and passed on from earlier generation can be of some legitimate reason for creating language as such. പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പറയാണ്, ഇവിടെ പറയാണ്, പക്ഷെ വളരെയധികം ബുദ്ധിമുട്ടേറിയൊരു കാര്യം ഇതാണ്. അതായത് ഈ ലിറിക്സുകളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, മാത്രമല്ല മുൻകാല തലമുറയിൽ നിന്നും എങ്ങനെയാണ് അത് മറ്റുള്ള തലമുറയിലേക്ക് പാസ് ചെയ്യപ്പെട്ടത്, അതെങ്ങനെയാണ് ഭാഷയുടെ അടിസ്ഥാന രൂപങ്ങളായി മാറിയത്. അപ്പോൾ എന്തായാലും മതിയായ ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും ഇവിടെയും നമുക്ക് അങ്ങനെ സാധ്യമാകുന്നില്ല. അപ്പോൾ ഇതാണ് ലാല തിയറിയിൽ പറഞ്ഞത്. അടുത്ത പാരഗ്രാഫ്. It may be noted that any theory that seeks to explain the existence of language using only sound is obviously inadequate as an explanation for the real phenomenon of human language considering its complex nature.
തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് മനുഷ്യ ഭാഷയുടെ നിലനിൽപ്പിനെക്കുറിച്ച്, അടിസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുന്ന സിദ്ധാന്തങ്ങൾ, ഏതൊരു സിദ്ധാന്തവും the existence of language using only sound. അപ്പോൾ അത്തരം ഏതൊരു സിദ്ധാന്തങ്ങളും, അതായത് ഈ സിദ്ധാന്തങ്ങളിലൊക്കെ ശബ്ദമാണ് കേന്ദ്ര വിഷയം. ശബ്ദത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലാ സിദ്ധാന്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശബ്ദത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ എല്ലാ നിയമങ്ങളും സിദ്ധാന്തങ്ങളും ഈസ് ഒബ്വിയസ്ലി ഇനാഡിക്വേറ്റ്. അതായത് ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ അത് ഇനാഡിക്വേറ്റ് ആണ്, അപൂർണമാണ്. ആസ് ആൻ എക്സ്പ്ലനേഷൻ പറയാണ്, ആസ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദ റിയൽ ഫിനോമിനൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് കൺസിഡറിങ് ഇസ് കോംപ്ലക്സ് നേച്ചർ. അതായത് വാസ്തവത്തിലുള്ള പ്രതിഭാസം, മനുഷ്യഭാഷ എന്ന പ്രതിഭാസം അതിൻ്റെ സങ്കീർണമായിട്ടുള്ള സ്വഭാവ സവിശേഷ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പൂർണ്ണമായിട്ടും വെളിപ്പെടുന്നില്ല. അതായത് നമ്മുടെ മനുഷ്യഭാഷയുടെ സങ്കീർണമായിട്ടുള്ള ആ സ്വഭാവ സവിശേഷ ഗുണങ്ങൾ, അതൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഈ സിദ്ധാന്തങ്ങൾ പൂർണ്ണമായി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇൻ ജനറൽ പിന്നെ പറയാണ്, In general linguists and anthropologists have had to admit that none of this is very convincing. പൊതുവായി പറയുകയാണെങ്കിൽ ഭാഷാശാസ്ത്രകാരന്മാരും നരവംശാസ്ത്രകാരന്മാരും ഇവിടെ അംഗീകരിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഒരു നിയമങ്ങളും പൂർണ്ണമായി വിശ്വസനീയം അല്ല. With the arrival of new scientific methods and approaches, such theories of speculative nature and considered dated are considered dated. പുതിയ ശാസ്ത്രീയമായ മെത്തഡുകളും അപ്രോച്ചുകളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഇത്തരം സിദ്ധാന്തങ്ങളും അനുമാന സിദ്ധാന്തങ്ങളെല്ലാം ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട്, കാലാധിക്യം അല്ലെങ്കിൽ എന്താ പറയുക, കാലം കഴിഞ്ഞതായിട്ട് ആണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പുതിയ രീതികളൊക്കെ ഭാഷയെക്കുറിച്ചിട്ട്, ഭാഷയുടെ പഴക്കത്തെക്കുറിച്ചൊക്കെ കണ്ടുപിടിക്കാൻ പുതിയ രീതികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. Presently, field linguists, experts from psychology, neurobiology do have something different to say about the language evolution. ഇന്ന് ഫീൽഡ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും പിന്നെ സൈക്കോളജിയിലെ മനഃശാസ്ത്ര വിദഗ്ധന്മാരും പിന്നെ ന്യൂറോബയോളജി, അതായത് നാഡീവ്യൂഹവും ജൈവശാസ്ത്രവും ഒരുമിച്ച് കൂട്ടിയുള്ള ആ ശാഖയിലുള്ള ശാസ്ത്രകാരന്മാരും അവർക്ക് പറയാനുള്ളത് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. ഭാഷയുടെ പരിണാമത്തെക്കുറിച്ച് അവർ പറയുന്നത് ചില വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മോർ ഐഡിയാസ് ഷാൾ ബി ടേക്കൺ അപ്പ് ഇൻ ദ കൺസേൺഡ് സെക്ഷൻ. കൂടുതൽ ആശയങ്ങൾ തീർച്ചയായും ഇവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ജസ്റ്റർ തിയറി ഉണ്ട്. പറ്റുകയാണെങ്കിൽ ഇതും കൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം എസ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഇതും കൂടി എഴുതുന്നത് നന്നായിരിക്കും.
ഡിങ് ഡോങ് തിയറി ഉണ്ട്. ഡിങ് ഡോങ് തിയറി ഞാൻ മറ്റൊരു ക്ലാസ്സിൽ ഞാൻ ഷോർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരും. ജസ്റ്റർ തിയറി നോക്കാം. ജസ്റ്റർ എന്ന് പറഞ്ഞാൽ അംഗവിക്ഷേപം അല്ലെങ്കിൽ ആംഗ്യങ്ങൾ എന്നാണ്. ഇത് ടെക്സ്റ്റിലില്ല, ഇത് ഈ സ്റ്റഡി മെറ്റീരിയലാണ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം, നിങ്ങളൊന്ന് എഴുതിയെടുത്താൽ മതി. നിങ്ങൾ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്നുള്ളൊരു സിനിമ ഉണ്ട്, മലയാളത്തിലുള്ള സിനിമ. അതിൽ ജഗതി ഒരു കുട്ടി കൊടുക്കണ ഒരു രംഗമുണ്ട്. അതായത് കൈ വലത്തോട്ടും കാൽ ഇടത്തോട്ടും കറക്കാൻ പറയും. ആ സിനിമ സീനിൽ ജഗതിക്കത് കഴിയില്ല. കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതുമില്ല. ആരെക്കൊണ്ടും ഒരുവിധം കഴിയില്ലത്. ബിക്കോസ് നമ്മുടെ ബ്രെയിനിൻ്റെ സവിശേഷ ഗുണങ്ങൾ ആയിരിക്കാം കാരണം. പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ ഒരാൾ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ അയാളുടെ കൈകൾ, കാലുകൾ, അപ്പോൾ കണ്ണാണ് പ്രവർത്തിക്കുന്നത് വെച്ചാലും കൈകളും കാലുകളും എല്ലാം ആ ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ വയ്ക്കുക. ഒരു ഭാഗത്തേക്ക് കൈ ചൂടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കൈയും അതിന് സപ്പോർട്ടിംഗ് ആയിട്ട്, കണ്ണതിന് സപ്പോർട്ടിംഗ് ആയിട്ട്, മൂക്കതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ആ ഭാഗത്തേക്ക് തന്നെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ അങ്ങനെ ആദ്യകാലത്ത് ആംഗ്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ കാണിക്കാൻ വേണ്ടി അയാൾക്ക് നേരെ വിരൽ ചൂണ്ടും. ശ്രദ്ധിച്ച് കേൾക്കുക. ഒപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാകും. മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ നേരെ കൈ ചൂണ്ടുക. കൈ ചൂണ്ടുന്ന സമയത്ത് നമ്മുടെ നിയമപ്രകാരം നമ്മുടെ കണ്ണാഭാഗത്തേക്കാവും, നമ്മുടെ കാലുകളുടെ പ്രവണത ആ ഭാഗത്തേക്ക് പോകാനാവും, നാവ്, ലിപ്സ് ഒക്കെ ആ ഭാഗത്തേക്കായിരിക്കും. അങ്ങനെ അറിയാതെ ചിലപ്പോൾ ശ്വാസകോശത്തിൽ നിന്നും എയർ മുകളിലേക്ക് വന്ന് വോക്കൽ കോഡ്സ് വഴി കയറി അത് ശബ്ദമായി മാറി പുറത്തേക്ക് പോവുകയും ആ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന നാവ് ആ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ നാവ് അങ്ങനെ അറിയാതെ ചലിക്കുകയും അത് വാക്കായി, സൗണ്ടായി മാറി, വാക്കായി മാറി ഭാഷയിൽ ഉണ്ടായി. ഉദാഹരണം, യു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലിപ്പ് ഏത് ഭാഗത്തേക്കാണ് നീളുന്നത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കണ്ണാടിയൊക്കെ നോക്കുക. നാവ് എവിടേക്കാണ് നീങ്ങണം നോക്കുക. യു. അതുപോലെ നമ്മുടെ ഷേക്സ്പീരിയൻ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നോക്കാം, ദി എന്നൊരു മഹനീയമായ പ്രയോഗമുണ്ട്. THEE. ദി. നാവ് മുന്നിക്കാണ്. ദീൻ്റെ അർത്ഥം യു എന്നുള്ള അർത്ഥമാണ്. അതേസമയം നമ്മൾ നമ്മളെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. കൈകൾ വളച്ച് നേരെ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ നേർക്ക് തന്നെ വിരലുകളും കൈകളും കൊണ്ടുവരിക. അതായത് അതിനനുസരിച്ച് നമ്മുടെ നാവും നേരെ തിരിഞ്ഞ് ഉള്ളിക്കന്നെ മടങ്ങി വരും. ലിപ്പും നേരെ ഉള്ളിക്കന്നെ
മടങ്ങി വരും. ഉള്ളിക്ക് ഓക്കെ, ഉള്ളിക്ക് മടങ്ങി വരിക പറഞ്ഞാൽ ഉള്ളിക്കൊന്നും കയറി പോവില്ല, നേരെ നമ്മുടെ നേരെ തന്നെ തിരിയും. അതായത് ഒന്ന് പരക്കും. വാക്കിതാണ് ഐ. നിങ്ങൾ ലിപ്പ് പരക്കേണ്ടത് നോക്കുക. ഐ, നാവ് പരക്കേണ്ടത് നോക്കുക. ഓക്കെ. മറ്റൊരു വാക്ക് ഹിയർ. ഹിയർ, ഇവിടെ. നാവ് നമ്മുടെ നേരെ തന്നെ തിരിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ അവിടെ, കുറച്ച് ദൂരത്തേക്ക് ചൂണ്ടിക്കാണിക്കുക. ദയർ, അതായത് മുന്നിക്കാ നാവ് പോണത്, ആ ഭാഗത്തേക്കാ നാവ് പോണത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ അംഗവിക്ഷേപത്തിനനുസരിച്ച് നമ്മുടെ സ്പീച്ച് ഓർഗൻസ് വ്യത്യസ്ത ദിശകൾ സ്വീകരിച്ചു. അങ്ങനെ ആ ജസ്റ്റേഴ്സിനനുസരിച്ച് നമ്മുടെ ഓർഗൻസ് ചലിക്കുകയും ശബ്ദമായി മാറുകയും അങ്ങനെ വാക്കുകളായി മാറുകയും അങ്ങനെ ഭാഷയുണ്ടായി എന്ന് പറയുന്ന നിയമമാണ് ജസ്റ്റർ തിയറി. എന്നാൽ ഈ തിയറിയും തീർച്ചയായിട്ടും കൂടുതൽ വളരെയധികം സക്സസ് ആവാൻ സാധിച്ചിട്ടില്ല. ഇത് അഡ്വാൻസ് ചെയ്തത് വിൽഹം വുൻഡ്, അതുപോലെ തന്നെ സർ റിച്ചാർഡ് പാഗറ്റ് എന്നുള്ള അതിമഹാനായ മറ്റൊരു ശാസ്ത്രകാരനും കൂടിയാണ്. അപ്പോൾ വളരെ മഹനീയമായിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ പഠിക്കുക.